പൂച്ച. പൂച്ച എന്നുള്ളതിനെ തമിഴിൽ എന്താ പറയാ? പൂനൈ. പൂനൈ. പൂനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച. ഒന്നുകൂടെ എഴുതാം. പാന്ന് എഴുതിയിട്ട് താഴോട്ട് വര പൂ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൂ, എന്നിട്ട് ഇരട്ടൈ സുഴി ന, പൂനൈ. അപ്പൊ പൂച്ച എന്നുള്ളതിന് തമിഴിൽ എങ്ങനെയാണ് എഴുതുക? ഇതുപോലെയാണ് എഴുതുക, പൂനൈ. പൂനൈ. പൂനൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച, കാറ്റ്. അപ്പൊ കാറ്റിന് എന്താണ് തമിഴിൽ പറയാ? പൂനൈ. പൂച്ചന് എന്താ തമിഴിൽ പറയാ? പൂനൈ. പൂനൈ. ഇരട്ടൈ സുഴിയാണ് ഇത്, നായാണ്, പായ്ക്ക് പൂ എന്ന് എഴുതാം. അപ്പൊ പൂനൈ, കാറ്റ്. അടുത്തത് നായ. നായ എന്താണ് തമിഴിൽ പറയാ? നായ്. നായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ. ഒന്നുകൂടെ എഴുതാം. നാ ദീർഘം, നാ, യാ മുകളിൽ കുത്ത്, യ, നായ്. നായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ, ഡോഗ്. അപ്പോ ഡോഗിനെ തമിഴിൽ എന്താ പറയാ? നായ്. നായിയെ തമിഴിൽ എന്താ പറയാ? നായ്. നാ എന്ന് എഴുതിയിട്ട് യാ എഴുതി മേലെ ഒരു കുത്ത്, അപ്പൊ നായ് എന്ന് വായിക്കാം. അടുത്തത് പശു. പശു എന്നുള്ളതിന് തമിഴിൽ എന്താണ് പറയാ? മാടു. മാടു. മാടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു. ഒന്നുകൂടെ എഴുതാം. മാന്ന് എഴുതിയിട്ട് ദീർഘം, മാ, ഡാന്ന് എഴുതിയിട്ട് ഡു ആക്കണം അതിനെ. അപ്പോ മാടു. മാടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു, കൗ. അപ്പൊ കൗ എന്നുള്ളതിനെ തമിഴിൽ എന്താ പറയാ? മാടു. പശു എന്നുള്ളതിന് തമിഴിൽ എന്താ പറയാ? മാടു. മാടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു.